വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഫ്ലവർ ഉണ്ടാക്കലാണ്. എപ്പോഴോ എന്തോ വാങ്ങിയപ്പം കിട്ടിയ ഒരു ബ്രൗൺ കവറാണ് ഇത്. ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ ഇന്നാണ് ഇതൊന്ന് പുറത്തെടുത്തത്. എന്നെ കൊണ്ടൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കവറും. എന്നാ പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കാം എന്ന് കരുതി. അത് ഫ്ലവർ എന്നെ ആയിക്കോട്ടെ. അപ്പൊ ആദ്യം ഇതുപോലെ ഒരു സർക്കിള് വരക്കാൻ ഞാനിപ്പോ എന്തിന്റെ ഒരു അടുപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സർക്കിള് മാർക്ക് ചെയ്തിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പലരും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു, സർക്കിളില് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഒരു ഗ്ലാസ് ആണ്. ഗ്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും എടുക്കാം. നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് അതിനകത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഓരോ പേപ്പറും ഈ ഗ്ലാസിന്റെ അകത്ത് ഇതുപോലെ ഒന്ന് മടക്കി വെക്കണം. കുറച്ച് ഭാഗം ഉള്ളിലും കുറച്ച് ഭാഗം പുറത്തായിട്ടെന്ന രീതിയിൽ. അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്തെടുക്കണം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചാൽ മാത്രം പോരാ. അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗമ്മ് തേച്ച് കൊടുക്കണം. കാരണം അത് അടുത്ത പേപ്പറിൽ ഒട്ടിപ്പിടിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ. ഏത്, നമ്മളെ ഫ്ലവറെ. അപ്പം ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക. കാണുന്ന പോലെയല്ല, ഭയങ്കര സിമ്പിൾ ആണ്. നല്ല രസമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നായിരുന്നു അല്ലെ. ട്രെൻഡൊക്കെ കഴിഞ്ഞ് ഇങ്ങെത്തിയപ്പോഴാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതും ഫസ്റ്റ് ടൈം. അപ്പോ നിങ്ങളെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് എങ്ങനെയിരിക്കും ഇതിന്റെ ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ അങ്ങ് എന്ത് ചെയ്യാ, ചെയ്തെടുക്കുക. പിന്നെ അടുത്ത വീഡിയോ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണേ. നിങ്ങളെ കമന്റ് അനുസരിച്ചിട്ടായിരിക്കും ഇനി നെക്സ്റ്റ് വീഡിയോ. ഈ ഉണ്ടാക്കുന്ന ഫ്ലവർ നിങ്ങൾക്ക് വലുത് വേണോ ചെറുത് വേണോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഗ്ലാസിന്റെ മുകളിലുള്ള ആ ഒരു വശം അനുസരിച്ചിട്ടായിരിക്കും. ആ ഗ്ലാസിന്റെ മുകൾ വശം വലിയതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വലിയ ഫ്ലവർ നമുക്ക് കിട്ടും. ഇനി ചെറുതാ വേണ്ടതെങ്കിൽ ആ ഒരു ടോപ്പ് വശം കുറച്ച് ചെറിയതായിട്ടുള്ളത് എടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അനുസരിച്ചിട്ടുള്ള സൈസ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ഇനിയിപ്പോ ഞാനിത് ഓരോന്നും ഇതുപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഫ്ലവറും ഇതുപോലെ മുകളിലായിട്ട് വെക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, നന്നായിട്ട് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ അതവിടെ ഒട്ടി നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ അത് എടുക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് അടർന്ന് വീഴും. അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതുപോലെ ഞാൻ ഫുള്ളും ആ ഒരു പേപ്പർ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ആ ഗ്ലാസ്സിൽ നിന്നും എല്ലാം റിമൂവ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.